ഏറ്റവും ശ്രേഷ്ഠമായ റമളാനിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ത്യജിക്കാനും അതുപോലെ തന്നെ എല്ലാം ക്ഷമിക്കാനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ശക്തിയാണ് ഈ ഒരു 30 ദിവസത്തെ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കൃത്യമായിരിക്കണം, നമ്മൾക്ക് എപ്പോഴും ഗുണകരമായിരിക്കണം. നമ്മുടെ ദോഷങ്ങളെല്ലാം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മൾക്ക് അകറ്റാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ 30 ദിവസം എങ്ങനെ ആയിരിക്കണം നമ്മുടെ നോമ്പ് തുടങ്ങേണ്ടത്, എന്തൊക്കെ ശീലങ്ങൾ നമ്മൾ അതിലൂടെ നടപ്പാക്കണം, എന്തൊക്കെ നമ്മൾ കഴിക്കണം, നമ്മുടെ അത്താഴത്തിന് എന്തായിരിക്കണം കഴിക്കണം എന്നാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണ രീതിയും ശീലങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ, ആയുർബാലൻസ് ആയുർവേദിക് ക്ലിനിക്, ഇന്ദിര ജംഗ്ഷൻ, ആലപ്പുഴ. നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ചിലർക്കാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ ഒരു വയറ് നിറഞ്ഞ് വേറൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. എങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആ ഒരു കൊതി, ഒരു ക്രേവിങ്സ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കഴിക്കും. പക്ഷേ ഇതെല്ലാം ഒരുപാട് വറുത്ത സാധനങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോഴും ഒരുപാട് മധുരമുള്ള ജ്യൂസൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ വയറങ്ങ് ഹെവിയായി ഭയങ്കരമായിട്ട് ബ്ലോട്ടാകും. നമ്മൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയുണ്ടാകും. വയറ് കൃത്യം നിറഞ്ഞിരിക്കണം എന്നുള്ളൊരാശയം നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. നമ്മൾ നോമ്പ് തുറക്കേണ്ടത് കാരക്ക തിന്നുകൊണ്ടാണ്, അതായത് നമ്മുടെ ഈന്തപ്പഴം കഴിച്ചുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. ഇതിനു മുമ്പായിട്ട് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. ചിലർ ചൂടുവെള്ളമായിരിക്കാം, ചിലർ ഒരു പച്ചവെള്ളം, അതായത് ഒരു നോർമൽ ടെമ്പറേച്ചറുള്ളൊരു വാട്ടർ, ചിലരൊരു കോൾഡ് വാട്ടർ, ഇതൊക്കെ കുടിക്കുന്ന ആളുകളുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ ആ ഒരു ചിട്ടയനുസരിച്ച്, നോമ്പിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് ഈന്തപ്പഴം കഴിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ നോമ്പ് തുറക്കാനായിട്ട്. നമുക്ക് 3, 4, 5 ഈന്തപ്പഴം നന്നായിട്ട് ചവച്ചരച്ച് തന്നെ കഴിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാം. അത് തണുത്തതോ, നമ്മളിപ്പോൾ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോൺസിലൈറ്റീസ് പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുള്ളവരാണെങ്കിൽ ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്ലാസ് വെള്ളമോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ആദ്യത്തെ ഈന്തപ്പഴം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊന്ന് ഫില്ലാകും. അതും സമയമെടുത്ത് ചവച്ചരച്ച് തന്നെ വേണം നമ്മൾ ആ ഒരു ഈന്തപ്പഴം കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നു. അതിനുശേഷം ജ്യൂസ് കുടിക്കുന്നവരുണ്ട്. നാരങ്ങ വെള്ളം നല്ലൊരു ഓപ്ഷനാണ്. എങ്കിൽ തന്നെയും ഒരുപാട് മധുരമുള്ള ജ്യൂസുകൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട് അടങ്ങിയ ജ്യൂസുകളോ അല്ലെങ്കിൽ ഫ്രൂട്ടുകളോ നമ്മൾ, ചിലർക്കെങ്കിലും അസിഡിറ്റിക്കുള്ളൊരു പ്രോബ്ലംസ് ആ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഡ് പോലത്തെ ഭക്ഷണങ്ങളും ജ്യൂസുകളും അതുപോലെ ഡ്രിങ്ക്സുകളും ഒക്കെ നമ്മൾക്ക്, സോഡ പോലുള്ള ഡ്രിങ്ക്സുകൾ കൊണ്ടുള്ള ജ്യൂസുകളൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാം. എങ്കിൽ തന്നെയും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ വളരെയധികം കുറച്ച് മാത്രം, അതായത് സോഡയും ഡ്രിങ്ക്സും ഒന്നുമല്ല, ജ്യൂസുകൾ നമ്മൾക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, അതും ഒരുപാട് പുളിയുള്ള നാരങ്ങ വെള്ളം തിരഞ്ഞെടുക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത നാരങ്ങ വെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തേങ്ങാ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം, ഇതൊക്കെ എന്നും നമ്മൾക്ക് കുടിക്കാൻ സാധ്യമല്ല. എങ്കിൽ തന്നെയും ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീര ക്ഷീണം അകറ്റാനായിട്ട് ഇത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പാനീയങ്ങൾ നമ്മൾക്ക് കുടിക്കാനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പൊരിച്ചതും വറുത്തതും എണ്ണയിൽ മുക്കി പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓഫ് കോഴ്സ് നമ്മൾക്കതെല്ലാം കഴിക്കാൻ ഇഷ്ടവും നമ്മുടെ ശരീരം അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സമയവുമാണ്. എങ്കിൽ തന്നെയും 1, 2 ഭക്ഷണത്തിൽ, അതും അധികം എണ്ണയില്ലാത്ത ഭക്ഷണങ്ങളിൽ നിങ്ങളത് ഒതുക്കാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ധാരാളം ഫൈബർ അടങ്ങിയ കട്ട് ഫ്രൂട്ട്സുകൾ നമ്മൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾക്ക് വയറ് നിറച്ചും ഫില്ലാകുന്നത് വരെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ആമാശയത്തിനൊക്കെ അത് വളരെയധികം ഗുണം ചെയ്യും. വയറ് നന്നായിട്ട് അയ്യാനും നമ്മുടെ വയറ് ഫില്ലായി തോന്നാനും ഒക്കെ ഈ കട്ട് ഫ്രൂട്ട്സ് സഹായിക്കും. തിരിച്ചെടുക്കുന്ന ഈ ഭക്ഷണങ്ങൾക്ക് പകരം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. എങ്കിൽ തന്നെയും അതും ഒരുപാട് ശർക്കര ചേർന്നിട്ടുള്ളതോ മധുരം ചേർന്നിട്ടുള്ളതോ ആണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു നെഞ്ചെരിച്ചിലിനുള്ളൊരു സാധ്യത
കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു നോമ്പ് തുറക്കുന്ന ആ ഒരു സമയം നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ തരിക്കഞ്ഞി കുടിക്കുന്നവരുണ്ട്, ചായയും കാപ്പിയൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർക്ക് വളരെ ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ചായ കുടിച്ചാലായിരിക്കും അവർക്കൊരു ഉണർവുണ്ടാകുന്നതും. അതുപോലെ ചിലർ തലവേദന എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു ടൈമിൽ കഴിക്കാതിരിക്കുക. ഒരു നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു 10-അരമണിക്കൂറിന് ശേഷമോ നിങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമ്മൾ നല്ലൊരു പ്രാർത്ഥനയുടെ സമയമാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, അതായത് പ്രധാനപ്പെട്ട ആ ഒരു നമസ്കാരത്തിന് ശേഷം നമ്മൾക്ക് നമ്മുടെ പ്രധാന ഭക്ഷണം, അതായത് അന്നത്തെ മെയിൻ ഫുഡിലേക്ക് നമ്മൾ പോവുകയാണ്. മെയിൻ ഫുഡിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, അതായത് പത്തിരി, ഇടിയപ്പം, പുട്ട്, അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡി ആയിരിക്കും. എങ്കിൽ തന്നെയും ഈ ഒരു സമയത്ത് ഒരുപാട് ദഹിക്കാത്ത പൊറോട്ട പോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാവുന്നതാണ്. കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മുടെ വയറിൽ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇതുകൂടെ ചെന്ന് കഴിയുമ്പോൾ ഇത് ദഹിപ്പിക്കാനുള്ളൊരു സമയം ഒരുപാടെടുക്കും. അപ്പോൾ എപ്പോഴും ഒരു ലൈറ്റായിട്ടുള്ള തന്നെ പരിപ്പത്തിരിയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ അത്ര വലിപ്പമോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെയാണെങ്കിലും നമ്മൾക്ക് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾക്ക് കറികൾ കഴിക്കാം. കറികളുടെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു സാലഡ് കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ശരിയാണ്, എപ്പോഴും എല്ലാവർക്കും സാലഡ് ഇതൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. എങ്കിൽ തന്നെയും റോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു തക്കാളിയോ അല്ലെങ്കിൽ ഒരു കുക്കുംബറോ എന്തെങ്കിലും നമ്മൾ ആ ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ കരുതുക. ഒരുപാട് പൊരിച്ചതായിട്ടുള്ള ചിക്കൻ, ഡീപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ പൊരിച്ചത്, അതുപോലെ ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ ഒരുപാട് നെയ്യുള്ള പൊറോട്ട, അതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്ന വിഭവങ്ങൾ, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള മന്തി, മദ്ഹൂത്ത്, ഇങ്ങനത്തെ റൈസ് ഐറ്റംസ്, ഇത്തരത്തിലുള്ളവയൊക്കെ നമ്മൾക്ക് കഴിക്കാം, മിതമായിട്ട് കഴിക്കാം. എങ്കിൽ തന്നെയും കൂടുതലായിട്ട് ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നിങ്ങൾക്കത് ദഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് കഴിക്കാൻ നമ്മൾ തയ്യാറാക്കിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുഴുങ്ങിയ പയറ് കഴിക്കാവുന്നതാണ്, പുഴുങ്ങിയ കടല, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള. ഇതൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ട് നോക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് ഡയറ്റൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് ഇതുപോലെ ചെറുപയർ പുഴുങ്ങിയതും മുട്ടയുടെ വെള്ളയും അതുപോലെ ഓട്സ് കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന കഞ്ഞി, ജീരകക്കഞ്ഞി, അതുപോലെ പള്ളികളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞികൾ, ഈ കഞ്ഞികളൊക്കെ നമ്മൾക്ക് ബോഡിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ അതിൽ ചേർക്കുന്ന ഉലുവ, ആശാളി, ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സമയത്ത് തന്നെ നമ്മൾ കഴിക്കണം എന്നില്ല. ചില ഇടവേളകളിൽ, ചെറിയ ഇടവേളകൾ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട്. വേളകളിൽ നിങ്ങൾക്ക് ചെറിയ നട്ട്സുകളും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ തന്നെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. ഈ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ നമ്മുടെ ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് തടയാനും അതുപോലെ വയറിന് നല്ലൊരു ആശ്വാസം കിട്ടാനും ഓവറായിട്ടുള്ള നമ്മുടെ ഫാറ്റുകളെയൊക്കെ ഉരുക്കി കളയാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് രക്തക്കുറവൊക്കെ പരിഹരിക്കാൻ, കാരണം നമ്മൾ വലിയൊരു നോമ്പിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതളം പോലുള്ള ഫ്രൂട്ട്സുകളും പപ്പായ ഇവയൊക്കെ നമ്മൾക്ക് ഭക്ഷണത്തിൽ ാവുന്നതാണ്. പുഴുങ്ങിയെടുക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ മുട്ട, ഏത്തപ്പഴം, ഇവയൊക്കെ നമ്മൾക്ക് നോമ്പ് തുറ ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ അത്താഴത്തിനുമൊക്കെ നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ കോഴ്സ് ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വലിയൊരു ഇശാ നമസ്കാരത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? ചിലരാണെങ്കിലും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇശാ നമസ്കാരം കൂടെ കഴിഞ്ഞായിരിക്കും മെയിൻ ഭക്ഷണം കഴിക്കുന്നത്. അതിനുശേഷം തറാവി നമസ്കാരം കഴിയുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ചോറ് കഴിക്കുന്നവരുണ്ട്. ചിലർക്ക് ചോറ് നിർബന്ധമാണ്. കാരണം
കാർബോഹൈഡ്രേറ്റ് ചെന്നാൽ മാത്രമേ അവരുടെ ശരീരത്തിന് ആ ഒരു ഊർജ്ജം കിട്ടുന്നതായിട്ട് നമ്മുടെ ബ്രെയിനൊക്കെ ഉണരുള്ളൂ അല്ലേ. അപ്പോൾ ഒരു പിടി ചോറ് നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതും ലൈറ്റായിട്ടുള്ള കറികളായിട്ട് നിങ്ങൾക്ക് ഒരു പിടി ചോറ് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞികൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീരകക്കഞ്ഞി, ആശാളി, മുലുവയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ജീരകക്കഞ്ഞി, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ കഞ്ഞി, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുക്കുകളോ ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാടുണ്ടാകുന്ന ആ ഒരു ബ്ലോട്ടിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ വയറ് വീർപ്പും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.